ഹായ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ആദില തുടങ്ങിയിരിക്കുകയാണ്. ആദിലയ്ക്ക് എന്താണെന്നറിയാം, മനുഷ്യനെ കാണുമ്പോൾ ഒരു ഇതാണ്. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യും ആദില. ഞായറാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ അനീഷിനെ ചൊരിയും. അന്ന് വൈകുന്നേരം പുള്ളിക്കാരി സോറി പറഞ്ഞ് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ലാലേട്ടൻ പറഞ്ഞ എപ്പിസോഡിന് മുമ്പ് പുള്ളിക്കാരി അത് സമാധാനമാക്കാൻ നോക്കും. പുള്ളിക്കാരി അങ്ങനെയാണ്. നമ്മുടെ ആദിലോട് നമുക്ക് അനീഷിന് ഒരു ഇഷ്ടമുണ്ട്. എന്താണ് പുള്ളിക്ക് ആദ്യം ഇടയ്ക്കൊക്കെ നല്ല കൂട്ടായിട്ടിരുന്നപ്പോൾ കിട്ടാക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. ആദിലയോടും നൂറയോടും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പുള്ളിക്കാരി അവൾക്ക് എന്താണ് എനിക്ക് തോന്നുന്നു നൂറയ്ക്ക് എത്തണില്ല. പക്ഷേ ആദിലക്ക് ഒരുപാട് ഗെയിമിൻ്റെ അടുത്ത സമയത്ത് മേത്ത് മുട്ടിയെന്ന് പറഞ്ഞ് ഗെയിമെല്ലാം നടക്കാനാ ഇല്ലെന്ന് അതിന് പറഞ്ഞില്ലേ, പുള്ളിക്കാരിക്ക് പണിയെടുക്കാനൊന്നും പറ്റില്ല. ഗെയിമിൻ്റെ ഇടയ്ക്ക് മുട്ടിയും തട്ടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ പുള്ളിക്കാരി അനീഷിൻ്റെ പുറത്തേക്കിട്ട് അടിച്ചു. ഇപ്പം പറയാണ് അത് പുള്ളിക്കാരി അടിച്ചതും തെറ്റ്, മുട്ടിയ കാരണമാണ് അടിച്ചെന്ന് പറഞ്ഞു. പുള്ളിക്കാരിക്ക് ഇങ്ങനെ നൈസായിട്ട് അത് നിൽക്കാണ്ടിയാണ് പുള്ളിക്കാരി പറഞ്ഞത്. അത് എനിക്ക് മേലിൽ ഒന്നപ്പാണ് അടിച്ചത്. അങ്ങനെ പുള്ളിക്കാരി അതിനകത്ത് ഒഴിഞ്ഞു മാറക്കാണ്ടിയാണ് പുള്ളിക്കാരി പോണേ. ഭയങ്കര വൃത്തികേടല്ലേ. എൻ്റെ ആദിലെ മോൾക്ക് വേറെ ആരെങ്കിലും ആ വീട്ടിൽ ഗെയിം കളിക്കാൻ ആരെങ്കിലും കാണാനുള്ളേ, ഒരു മനുഷ്യനും കാണാനുള്ളേ. നിങ്ങളെ കൂടെ ഉള്ള സഹോദരിമാരെ പോലെ തന്നെയാണ് അനീഷ് കൊണ്ട് നടക്കണേ. അവിടെ ആരോടത്തും വലിയ വഴക്കൊന്നും പോയാൽ കൂടെ അവരുടെ അടുത്ത് വലിയ കാര്യമായിട്ട് പോകും. ഇന്നേ വരെ ആദിലോട്ട് നൂറായിട്ടും വലിയ കാര്യമായിട്ട് വഴക്കിനും പോയിട്ടില്ല. പക്ഷേ ആദില പുറകെ നടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ഇനിയിപ്പം മാന്താണ് നടക്കുമായിരിക്കും. ഇനി ലാലേട്ടൻ വറക്കുമ്പോൾ തന്നെ ഒരു നൈസായിട്ട് എല്ലാം പറഞ്ഞ് സെറ്റിലാക്കി വെക്കും പുള്ളിക്കാരി. എന്തോ ആദിലെ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല, പുറത്തിറങ്ങി പോരെ.